ഓ സഹോദരന്മാരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഞാൻ വേദനയോടെ പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ പള്ളികളൊക്കെ സംരക്ഷിക്കാൻ കുറെ കാരണവന്മാരുണ്ട്. അവരെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അവര് വെള്ളിയാഴ്ച അൽക്ക് പോതാൻ പള്ളിയിലുണ്ട്, അവര് സലാത്തി ചൊല്ലാൻ പള്ളിയിലുണ്ട്, അവര് ഇത്തിക്കാഫിരിക്കാൻ പള്ളിയിലുണ്ട്, അവരതാ ഹദ്ദാദ് ചൊല്ലുമ്പോ പങ്കെടുക്കുന്നുണ്ട്, അവര് ദിക്റിനും ദുആക്കും പങ്കെടുക്കുന്നുണ്ട്, അവരതാ ഖുർആൻ ഓതുന്നുണ്ട്, അവരലിമീങ്ങളെ ആദരിക്കുന്നുണ്ട്, അവർ സയ്യിദന്മാരെ ബഹുമാനിക്കുന്നുണ്ട്, അവരതാ അതേ കാണുമ്പോ തന്നെ ഇസ്ലാമിന്റെ ചിട്ടയും രൂപവും കാണുന്നുണ്ട്. ആ ആളുകളൊക്കെ അങ്ങ് മരിച്ചുപോയാൽ, ഓ ചെറുപ്പക്കാരെ, നമുക്ക് നമ്മുടെ പള്ളി നടത്താൻ ആള് വേണ്ടേ, മദ്രസ നടത്താൻ ആള് വേണ്ടേ, നമ്മുടെ സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ ആള് വേണ്ടേ? ഓ ചെറുപ്പക്കാരെ, അതിന് നമ്മളെല്ലാം മതചിട്ടയോടെ ജീവിക്കേണ്ടതില്ലേ? എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ചോദിക്കട്ടെ, നമ്മുടെ കയ്യിൽ ചിലപ്പോൾ 10 ലക്ഷത്തിന്റെ വാച്ചില്ലേ, 10 ലക്ഷത്തിന്റെ വാച്ചില്ലേ, പിന്നെയോ 15 ലക്ഷത്തിന്റെ വാച്ചില്ലേ, അതുപോലുള്ള വാച്ചില്ലേ, നമുക്കതാ 10,000 രൂപയുടെ വസ്ത്രമില്ലേ? പക്ഷേ നിസ്കരിക്കുന്ന സമയത്ത് തലമറക്കാൻ ഒരു ടവല് കാണുന്നില്ലല്ലോ. വേദനയല്ലേ? നബിതങ്ങൾ തലമറക്കാതെ നിസ്കരിച്ചിട്ടുണ്ടോ? സഹാബത്ത് തലമറക്കാതെ നിസ്കരിച്ചിട്ടുണ്ടോ? വധുവെടുക്കുമ്പോൾ പോലും തലപ്പാവ് ധരിച്ച ആളല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി? അങ്ങനെയല്ലേ ബുഖാരിയുടെ ഹദീസ്, അങ്ങനെയല്ലേ മുസ്ലിമിന്റെ ഹദീസ്? തലപ്പാവ് ധരിച്ചിട്ടല്ലേ വധുവെടുത്തത്? വധുവെടുക്കുമ്പോ തല തടകാൻ വേണ്ടി തലപ്പാവ് അല്പം നീക്കുകയല്ലേ ചെയ്തത്? ഫർളിന്റെ കതിര് തലയിൽ നിന്ന് തടകി ബാക്കി തലപ്പാവിന്റെ മേലെ പൂർത്തിയാക്കുകയല്ലേ ചെയ്തത്? ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നമുക്ക് കണ്ടാൽ മുസ്ലിമിന്റെ രൂപം വേണ്ടേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെരിയാണിയുടെ അവിടെ തുണിയെടുക്കുന്നത് വെറുത്തതല്ലേ? അത് അഹങ്കാരികളുടെ സ്വഭാവമാണെന്ന് പറഞ്ഞിട്ടില്ലേ? നമുക്ക് നമ്മുടെ തുണിയൊന്ന് നെരിയാണിയുടെ മേലെയാക്കിക്കൂടെ? ഓ മുസ്ലിം കാരണവന്മാരെ, തുണിയെടുത്തിട്ട് അത് കയറ്റി ഇങ്ങോട്ട് കെട്ടുന്ന ചിലരുണ്ട്, കാലിന്റെ തൊട കാണിച്ച് നടക്കുന്നവരുണ്ട്. തൊട ഔറത്തല്ലേ? അത് മറ്റൊരാൾക്ക് കാണാൻ പറ്റാത്ത സ്ഥലമല്ലേ, നോക്കാൻ പറ്റാത്ത സ്ഥലമല്ലേ? അത് മറക്കാതെ നടക്കുന്നത് സംസ്കാരമില്ലായ്മയല്ലേ? ഓ കാരണവന്മാരെ, മുട്ടുമറച്ചുകൊണ്ട് തുണി ഉടുക്കേണ്ടതില്ലേ? ഇനിയും ഞാൻ പറയട്ടെ ചെറുപ്പക്കാരെ, അതേ നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ പെൺകുട്ടികൾ ആലോചിക്കാൻ കഴിയുന്നില്ലല്ലോ. പ്രായം ചെന്ന ഉമ്മമാര് പർദ്ദ ധരിച്ചിട്ടുണ്ട്, പിന്നെ ഒരു മേത്തട്ടം ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു കൊടയും എടുത്തിട്ടുണ്ട്, മറ്റൊരാളെ കാണാത്ത സംവിധാനമുണ്ട്. പക്ഷേ 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സ്, 21, 22 വയസ്സുള്ള തികഞ്ഞ യുവതികൾ, ആ യുവതികൾ കോളേജിലേക്ക് പോകുന്നതെങ്ങനെ, ഡിഗ്രി പഠിക്കാൻ പോകുന്നതെങ്ങനെ, മറ്റുള്ളത് പഠിക്കാൻ പോകുന്നതെങ്ങനെ? സുബ്ഹാനല്ലാഹ്, അവരുടെ മാറിടം കാണിച്ചുകൊണ്ടല്ലേ, അവരുടെ കഴുത്ത് കാണിച്ചുകൊണ്ടല്ലേ, അവരുടെ കയ്യിന്റെ മാംസങ്ങൾ കാണിച്ചുകൊണ്ടല്ലേ? ചോദിക്കട്ടെ, മുസ്ലിമിന്റെ വേഷമാണോ ഇത്? മുസ്ലിം പെണ്ണ് ധരിക്കേണ്ട വേഷമാണോ ഇത്? ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നിന്റെ കയ്യിൽ പണമുണ്ടല്ലേ? ഓ മുസ്ലിം കാരണവന്മാരെ, നിങ്ങൾക്കിപ്പോ ചെറുപ്പക്കാരെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല അല്ലേ? ഓ മുസ്ലിം പണ്ഡിതന്മാരെ, നിങ്ങൾക്ക് അല്ലാഹു തആല പാണ്ഡിത്യം തന്നിട്ട്, നിങ്ങൾക്ക് പലപ്പോഴും പല പള്ളി മഹല്ലുകളിലെയും സ്ഥാനം തന്നിട്ട്, നിങ്ങൾക്കത് തുറന്നു പറഞ്ഞാൽ നിങ്ങളെ പിരിച്ചുവിട്ടു പോകുമല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം കുറഞ്ഞു പോകുമല്ലേ? എന്തേ പടച്ച റബ്ബിന്റെ ദീനൊന്ന് തുറന്നു പറയണ്ടേ? ഓ മുഅ്മിനാത്തുകളെ, ഓ മുഅ്മിനാത്തുകളെ, ശിൻഫാനി മിൻ അഹ്ലിന്നാർ ലം അറഹുമാ ഖൗമും മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖരി യദ്രിബൂന ബിഹന്നാസ് വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായിലാത്ത്. പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്ന് ചോദ്യം ചെയ്യണ്ട, പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്ന് ചോദ്യം ചെയ്യണ്ട. കാറ് നിനക്ക് വരാൻ തന്നിട്ടില്ലേ? അതേ ഭക്ഷണം തന്നിട്ടില്ലേ? സർവ്വ സൗകര്യവും ചെയ്തു തന്നിട്ടില്ലേ? എന്നിട്ട് എന്തേ നീ പറയാതിരുന്നതെന്ന് റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യണ്ട. ഓ സഹോദരിമാരെ, അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ നടക്കുന്ന സ്ത്രീകൾ, കണ്ടാൽ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ തുറന്നു കാണുന്ന വിധത്തിൽ വെറും കണ്ണാടി പോലെയുള്ള തട്ടവുമിട്ട് നടക്കുന്ന പെൺകുട്ടികൾ, മാറ് മറക്കാതെ ശരീരം മറക്കാതെ നടക്കുന്ന പെൺകുട്ടികൾ, അവരെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ,
വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ധരിക്കാത്ത ഫലമാണ്. മായിലാത്തും മുമീലാത്ത്, ജനങ്ങളെ ആകർഷിപ്പിക്കുന്ന ശൈലിയാണ്, ജനങ്ങളിലേക്ക് ആകർഷ്ടരായി വീഴുന്നവരാണ്. അങ്ങനെയുള്ള ചില സ്ത്രീകൾ അതേ പൂഞ്ഞപ്പല പോലെ, ഒട്ടകത്തിന്റെ പൂഞ്ഞപ്പല പോലെ തലയൊക്കെ മടഞ്ഞു വെച്ച് കെട്ടിയിട്ട് അത് കാണിച്ചു നടക്കുന്ന സ്ത്രീകൾ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ലാ യദ്ഖുൽനൽ ജന്ന, അവർ നരകത്തിലാണെന്ന് മാത്രമല്ല, അവർ സ്വർഗത്തിൽ പ്രവേശനമില്ല. വലാ യജിദന റീഹഹാ, സ്വർഗത്തിന്റെ മണം പോലും അവരെത്തിക്കൂല. അതേ വഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി കദാ വകദാ, എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്നെത്തിക്കുന്ന സ്വർഗത്തിന്റെ വാസന പോലും മറ്റ് പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ വസ്ത്രധാരണ നടത്തി അന്യപുരുഷന്മാരെ ആകർഷിപ്പിച്ചു നടക്കുന്ന സ്ത്രീകൾക്ക് എത്തിക്കാൻ കഴിയൂല. ഈ ക്ഷണഭംഗുരമായ ജീവിതം, ഈ കുറഞ്ഞ കാലത്തേക്കുള്ള ജീവിതം, ഓ മനുഷ്യ, ഈ ജീവിതത്തിന് നിലനിൽപ്പുണ്ടോ? ആ ജീവിതത്തിൽ നിന്റെ ഭംഗിയും പ്രകടിപ്പിച്ച് നീ നടക്കുന്നു, നിന്റെ ഭാര്യയെ നടത്തുന്നു, നീ അവളെയും കൂട്ടി സിനിമയ്ക്ക് പോകുന്നു, അവൾക്കും നീ കള്ളുകുടി നടപ്പാക്കുന്നു, നീ അവൾക്കും ബ്രാൻഡി വാങ്ങിച്ചു കൊടുക്കാൻ നോക്കുന്നു, അവൾ കള്ളു കുടിച്ചില്ലെങ്കിൽ നിനക്ക് ദേഷ്യം പിടിക്കുന്നു. ആ വിധത്തിൽ മുസ്ലിം ചെറുപ്പക്കാർ അതപ്പതിക്കുകയല്ലേ. കല്യാണ വീടുകളിൽ സുബ്ഹാനല്ലാഹ് പോകാൻ പറ്റുമോ പണ്ഡിതന്മാർക്കിന്ന്? വളരെ കാര്യമായി ക്ഷണിച്ചു, നിക്കാഹിന് ഉസ്താദ് വന്നേ പറ്റൂ. 1000 തിരക്കിനിടയിൽ ഉസ്താദ് കയറി ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് ആണും പെണ്ണും ഇടകലർന്നതല്ലേ കാണുന്നത്. പിന്നെ കാണുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ് പുതിയ പെണ്ണിനെയും അതുപോലെ പുതിയ പെണ്ണിനെയും ഒന്നായൊരു സ്റ്റേജിലിരുത്തിയിട്ട് അന്യപുരുഷന്മാരെ കൊണ്ടുവന്ന് വീഡിയോ ഇങ്ങനെ ലൈറ്റ് അടിപ്പിച്ചിട്ട് അന്യപെണ്ണിന്റെ മുഖത്തേക്ക് ലൈറ്റ് അടിപ്പിച്ചിട്ട് അതിങ്ങനെ പിടിച്ചെടുക്കുകയും ആ പെണ്ണിന്റെ മുഴുവൻ ആഭരണങ്ങളും ധരിപ്പിച്ചിട്ട് ആ പെണ്ണിനെ നോക്കി രസിക്കാൻ വേണ്ടി കല്യാണ പന്തലിൽ വന്ന മുഴുവൻ ആളുകൾക്കും അതുപോലെ തന്നെ കല്യാണ മണ്ഡപത്തിൽ വന്ന മുഴുവൻ ആളുകൾക്കും ഈ പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കുന്ന പച്ചഹറാം. ഈ പച്ചഹറാമിനെന്തിന് മുദരിസിനെ വിളിച്ചു? ഈ പച്ചഹറാമിനെന്തിന് മുസ്ലിയാരെ വിളിച്ചു? ഈ പച്ചഹറാമിനെന്തിന് തങ്ങളെ വിളിച്ചു? അത്തോന്നിവാസം എവിടെയെങ്കിലും പോയി നടത്തുകയല്ലാതെ മുസ്ലിം സമുദായമേ, ഈ ഹറാമിനെന്തിന് പെണ്ണുങ്ങളെ, ഈ ഹറാമ് കാണിക്കാൻ എന്തിന് ആലിമീങ്ങളെ ക്ഷണിച്ചു? അത് തുറന്നു പറയാൻ എന്തേ ഖതീബുമാർക്ക് കഴിയണ്ടേ? അത് തുറന്നു പറയാൻ മുദരിസ്മാർക്ക് കഴിയണ്ടേ? അത് തുറന്നു പറയാൻ പണ്ഡിതന്മാർക്ക് കഴിയണ്ടേ? വയലും പ്രസംഗവും പാട്ടുപാടലാണോ? അതേ കുറെ സൗണ്ട് കേൾക്കലാണോ? അള്ളാന്റെ ദീന് തുറന്നു പറയണ്ടേ മുഅ്മിനീങ്ങളെ?